ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ കർത്താവ് തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞ ഒരു സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കഥയെക്കുറിച്ച് നമ്മൾക്കിവിടെ പറയാം. കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നതെല്ലാം സത്യമാണ് കേട്ടോ. അത് നാം കഥയെന്ന് പറയുന്നത് കഥയുടെ രൂപത്തിൽ പറയുന്നത് കൊണ്ടാണ്. അവിടെ ഇത് ധനികനായ ഒരു വ്യക്തിയെക്കുറിച്ചും അവൻ്റെ 2 മക്കളെക്കുറിച്ചുമാണ് നമ്മളിന്ന് കഥയായിട്ട് പറയാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമ്മൾക്ക് ഒരു വാക്യം നമുക്ക് പഠിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. മകൻ അപ്പനോട് പറഞ്ഞൊരു കാര്യമാണ്. സാധാരണ മക്കൾ അപ്പനോട് പറയുന്ന ഒരു വാക്കല്ല ഇത്, എന്നാലും മകൻ അപ്പനോട് പറഞ്ഞ ഒരു കാര്യമാണ്. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ പഠിച്ചു കാണുമില്ലേ? ധനികനായ ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട് പറഞ്ഞു, എൻ്റെ അവകാശം തരിക. അപ്പൻ അവനെ മനസ്സിലാക്കി കൊടുത്തു കാണും, മകനെ നീ അങ്ങനെ ഈ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു കാണും. എന്നാൽ അതിനുശേഷം അപ്പൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഇളയ മകൻ സകലവും വിറ്റ് എല്ലാ സ്വത്തും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് പോയി. അവിടെ അവൻ ദുർനടപ്പുകാരനായി ജീവിച്ചു. അവൻ്റെ ധനം മുഴുവനും ചെലവാക്കി, ധൂർത്തടിച്ച് ഫ്രണ്ട്സുമായിട്ട് അങ്ങനെ അവന് കിട്ടിയതായിട്ടുള്ള ധനികനായ ഒരു മനുഷ്യൻ്റെ സ്വത്താണ്, അവൻ്റെ പോർഷനാണ് അവൻ കൊണ്ടുപോയത്. അതൊന്നും അവൻ ഓർത്തില്ല. ഇനി അവന് മുതലില്ല, അവന് ധനമില്ല എന്നൊന്നും അവൻ ഓർത്തില്ല. അവൻ ആ ധനം മുഴുവനും ചെലവാക്കി. ആ സമയത്താണ് ആ ദേശത്ത് ക്ഷാമം ഉണ്ടായത്. അവൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. കൂട്ടുകാരെല്ലാം വിട്ടുപോയി കാണും. അവൻ ആ ദേശത്തിലെ ഒരാളുടെ വീട്ടിൽ ജോലിക്ക് ചെന്നു. ആരും അവന് ജോലി കൊടുത്തില്ല. അവസാനം ഒരു വ്യക്തി അവന് ജോലി കൊടുത്തു. എന്താണെന്നറിയാമോ കുഞ്ഞുങ്ങളെ? പന്നി മേയ്ക്കുന്ന ജോലി. പന്നി മേയ്ക്കാൻ എളുപ്പമാണോ? ആടിനെ മേയ്ക്കുന്നത് പോലെയാണോ പന്നികളെ മേയ്ക്കുന്നത്? വൃത്തികെട്ട ജീവിയാണ് പന്നി. ആ പന്നി മേയ്ക്കുന്ന ഒരു ജോലി അവന് കിട്ടി. എന്നാൽ പന്നിയെ മേയ്ക്കുന്ന ജോലി കിട്ടിയെങ്കിലും അവന് ഭക്ഷണത്തിന് ആവശ്യമായ ധനം അവർ കൊടുത്തില്ല. അവന് ഭക്ഷണം പോലുമില്ല, കഴിക്കാൻ ഭക്ഷണം പോലും അവർ ആവശ്യത്തിന് കൊടുത്തില്ല. അപ്പോൾ അവൻ ഓർത്തു, ഈ പന്നി തിന്നുന്ന പയറ്, അതുകൊണ്ടെങ്കിലും എൻ്റെ വയറ് എനിക്ക് നിറയ്ക്കാമെന്ന് വിചാരിച്ചു. അതുപോലും അവന് കിട്ടിയില്ല എന്നാണ്. അങ്ങനെ കഷ്ടത, പട്ടിണി ഒക്കെ വന്നപ്പോൾ അവൻ്റെ അപ്പനെക്കുറിച്ച് ഓർത്തു. അവന് സുബോധമുണ്ടായി. അവൻ ഓർത്തു, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ചിട്ട് ശേഷിക്കുന്നുണ്ട്, ഞാനോ ഇവിടെ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. എനിക്ക് ഉറങ്ങുവാൻ പോലും സാധിക്കുന്നില്ല. ഞാൻ വിശന്നുകൊണ്ട് കഷ്ടപ്പെടുന്നു. ഞാനിനി അപ്പൻ്റെ അടുക്കൽ പോകും. അപ്പനോട് പറയും, എന്നെ ഇനി മകനായിട്ട് അങ്ങനെ സ്വീകരിക്കേണ്ട, ഞാൻ പാപം ചെയ്തു, എന്നെ ഒരു കൂലിക്കാരനെ പോലെ ആക്കണമെന്ന് ഞാൻ തെറ്റ് ചെയ്തു എന്ന് അപ്പനോട് പറയുമെന്ന് അവൻ വിചാരിച്ചു. അവന് സുബോധമുണ്ടായി. അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. എന്നാൽ ഇവിടെ അപ്പൻ ദൂരത്ത് നിന്ന് അപ്പൻ നോക്കിയിരിക്കുകയായിരുന്നു തൻ്റെ മകനെ. അവൻ പോയി സകലവും വിളിച്ചു. എന്നാൽ അപ്പൻ്റെ സ്നേഹം അവനിൽ നിന്ന് ഒട്ടും മാറിയിട്ടില്ല കേട്ടോ. അപ്പൻ അവനെ ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു. ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ചു, അവനെ ചുംബിച്ചു. മകൻ അപ്പനോട് പറഞ്ഞു, നമ്മളീ വന്ന് പഠിച്ച വാക്യാണ്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല. അപ്പോൾ അപ്പൻ മകനോട് ക്ഷമിച്ചു. ദാസന്മാരോട് പറഞ്ഞു, നിങ്ങൾ വേഗം അവനെ വൃത്തിയാക്കി അവന് നല്ല വസ്ത്രം ധരിപ്പിൻ, അവനെ മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിൻ. മാത്രമല്ല അവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പ് ഇടിപ്പിൻ. മാത്രവുമല്ല തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പീൻ, നാം തിന്നു കുടിച്ച് ആനന്ദിക്കുക എന്ന് അപ്പൻ അമ്മനോട് പറഞ്ഞു. മകൻ അപ്പനോട് പറഞ്ഞത്, ഇനി നിൻ്റെ മകനെന്ന്
വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു എന്ന് അവനും പശ്ചാത്താപം ഉണ്ടായി. എന്നാൽ അപ്പൻ മകനായിട്ട് തന്നെ അവനെ സ്വീകരിച്ചു. വേലക്കാരനായിട്ടല്ല, മകനായിട്ട് സ്വീകരിച്ച് മകൻ്റെ സ്ഥാനം അപ്പൻ കൊടുത്തു. അവിടെ വളരെ സന്തോഷമുണ്ടായി, ആനന്ദമുണ്ടായി, ദുഃഖം മാറി, സന്തോഷം ഭവനത്തിലുണ്ടായി. നമുക്ക് ബാക്കി ഒന്നും കൂടെ പഠിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. മകൻ അപ്പനോട്, അപ്പ ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. ഇതിൽ അനേക ഗുണപാഠങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ ഒരിക്കലും സന്തോഷവും ആനന്ദവും ഉണ്ടാകുകയില്ല. രണ്ടാമതായിട്ട്, നാം ഒരിക്കലും ധനത്തിൽ ആശ്രയിക്കരുത്. നാം ധനത്തിൽ ആശ്രയിച്ചാൽ ധനം തീർന്നു പോകുന്നതാണ്. എന്നാൽ നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ നാം എന്നേക്കും നിലനിൽക്കുന്നതാണ്. മൂന്നാമതായി, പാപത്തിൻ്റെ പുറകെ പോയാൽ കഷ്ടവും ദുഃഖവും ദാരിദ്ര്യവും ഉണ്ടാകും. എന്നാൽ ദൈവഹിതപ്രകാരം ജീവിച്ചാൽ നാം അനുഗ്രഹിക്കപ്പെടും. നാലാമതായിട്ട്, നാം പാപത്തിൽ വീണാലും കർത്താവ് നമ്മെ ഉപേക്ഷിക്കുന്നില്ല. നമ്മുടെ തിരിച്ചുവരവിനായി കർത്താവ് നോക്കിയിരിക്കുന്നു. അഞ്ചാമതായിട്ട്, നാം പറയുമ്പോൾ ദൈവം നമ്മുടെ പാപങ്ങളെ നമ്മോട് ക്ഷമിക്കും. ആറാമതായിട്ട്, പാപങ്ങളെ ക്ഷമിക്കുമെന്ന് മാത്രമല്ല, തിരിച്ച് ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മെ നിലനിർത്തും. നമ്മുടെ മക്കളെന്നുള്ള സ്ഥാനം ഒരിക്കലും നമ്മളിൽ നിന്ന് എടുത്തു കളയുകയില്ല. തിരിച്ച് മക്കൾ എന്ന പദവിയോടുകൂടെ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. നാം ഈ കഥയിലെ ഇന്ന് കണ്ടു, പിതാവ് അവനെ മേൽത്തരമായ വസ്ത്രം ധരിപ്പിച്ചു, മോതിരം അണിയിപ്പിച്ചു, ചെരുപ്പ് കൊടുത്തു, അവൻ്റെ അവസ്ഥയിലേക്ക് അവനെ തിരിച്ചു വരുത്തിയെന്ന്. അതെ, നമ്മുടെ ദൈവം നമ്മളെ ഉപേക്ഷിക്കുന്നവനല്ല, നമ്മളെ സ്നേഹത്തോടെ ചേർക്കുന്നവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് തന്ന ഇന്നത്തെ പാഠത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളെ നീ സ്നേഹിക്കുന്നു, എന്നാൽ പാപം നീ വെറുക്കുന്നു. പാപത്തിൽ വീണുപോയാൽ ഞങ്ങൾ മനസ്താപപ്പെട്ട് ഞങ്ങൾക്ക് സുബോധം വന്നാൽ ഞങ്ങളെ തിരികെ സ്നേഹിക്കുന്നവനും തിരികെ ക്ഷമിക്കുന്നവനും ഞങ്ങളെ തിരികെ ചേർക്കുന്നവനുമാണ് ഞങ്ങളുടെ കർത്താവ് എന്നുള്ളത് ഒന്നുകൂടെ മനസ്സിലാക്കുവാനായിട്ട് ഞങ്ങളെ സഹായിച്ചുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും അങ്ങ് ക്ഷമിക്കണമേ. വിശ്വസ്തരായിട്ട് വിശുദ്ധിയോടുകൂടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമീൻ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണിൽ കൈയമർത്തിയാൽ ആൻറ്റി ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് സാധിക്കും. ഓക്കെ, ബൈ ബൈ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.